ശാന്തമായി ഇരുന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ സ്നേഹം നമ്മിൽ നിറയുന്നു എന്ന മന്ത്രമാണ്. ഉള്ളിലേക്ക് ശ്വാസമെടുത്ത് മനസ്സിൽ ആവർത്തിച്ച് പറയുന്നു, ഈശോയുടെ സ്നേഹം എന്നിൽ നിറയുന്നു. വളരെ ശാന്തമായിട്ട് മാത്രം, അതായത് പുറത്ത് കേൾക്കണ്ട, നമ്മുടെ ഉള്ളിൽ പറഞ്ഞാൽ മതി, ഈശോയുടെ സ്നേഹം എന്നിൽ നിറയുന്നു. നമ്മുടെ ഉള്ളിൽ പലപ്പോഴുമുള്ള പരാതികളിലൊന്ന് ഇങ്ങനെയാണ്: എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട. ഇപ്രകാരമുള്ള തോന്നലുകൾ വലിയ അളവിൽ നമ്മെ രോഗികളാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് സ്നേഹക്കുറവുകൾ മൂലം വരുന്ന അസ്വസ്ഥതകൾ, രോഗപീഠകൾ യേശുനാമത്തിൽ വിട്ടുപോകുന്ന ഒരു സമയമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് മനസ്സിൽ ആവർത്തിച്ച് പറയാം, ഈശോയുടെ സ്നേഹം എന്നിൽ നിറയുന്നു. ഈശോയുടെ സ്നേഹം ദീർഘക്ഷമയുള്ള സ്നേഹമാണ്. അത് ദയയുള്ള സ്നേഹമാണ്. ഈശോയുടെ സ്നേഹം നമ്മെ വളർത്തുന്ന സ്നേഹമാണ്. ഈശോയുടെ സ്നേഹം നമ്മെ വിജയത്തിലെത്തിക്കുന്ന സ്നേഹമാണ്. ഈശോയുടെ സ്നേഹം നമ്മെ സ്വതന്ത്രമാക്കുന്ന സ്നേഹമാണ്. ഈശോയുടെ സ്നേഹം നമ്മെ തൊട്ട് സുഖപ്പെടുത്തുന്ന സ്നേഹമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കാം. വയറ് നിറയെ, നെഞ്ച് നിറയെ ഈശോയുടെ സ്നേഹം വലിച്ചെടുക്കാം. ഈശോയുടെ സ്നേഹം സ്വയം സ്വർഗമുപേക്ഷിച്ച് നമുക്ക് സ്വർഗം സമ്മാനിക്കുന്ന സ്നേഹമാണ്. മനസ്സിൽ ആവർത്തിച്ച് പറയുന്നു, ഈശോയുടെ സ്നേഹം എന്നിൽ നിറയുന്നു. കണ്ണുകൾ സൗമ്യമായി അടച്ച് സാധിക്കുന്നത് പോലെ നേരെയിരുന്ന് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് തുടർച്ചയായ യേശുനാമ ജപം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ആരാധന കൊണ്ടും ബലിയർപ്പണം കൊണ്ടും ഇവയുടെയൊക്കെ ശബ്ദതരംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷവായുവാണ് നമ്മൾ വലിച്ചെടുക്കുന്നത്. ഈ ആലയത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ജീവശ്വാസത്തിന്, പ്രാണവായുവിന് യേശുനാമത്തിൻ്റെ സുഗന്ധമുണ്ട്, യേശുനാമത്തിൻ്റെ ഔഷധ ഗുണമുണ്ട്, യേശുനാമത്തിൻ്റെ പ്രകാശമുണ്ട്. അത് സ്നേഹത്തിൻ്റെ പ്രകാശമാണ്, അത് സ്നേഹത്തിൻ്റെ സുഗന്ധമാണ്, അത് സ്നേഹത്തിൻ്റെ ശക്തിയാണ്. നന്നായി ശ്വാസമുള്ളിലേക്ക് വലിച്ചെടുത്ത് മനസ്സിലാവർത്തിച്ച് പറയുന്നു, ഈശോയുടെ സ്നേഹം എന്നിൽ നിറയുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ആളായിരിക്കാം, വിശ്വാസമില്ലാത്ത ആളായിരിക്കാം, സംശയരോഗമുള്ള ആളായിരിക്കാം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത, നിങ്ങളെ ശക്തിപ്പെടുത്താത്ത ആളായിരിക്കാം. അപ്രകാരം ശരീരത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം.
സ്നേഹിക്കേണ്ടവർ വെറുക്കുന്നവരായി മാറിയിരിക്കുന്നു എന്ന സാഹചര്യത്തിലായിരിക്കാം. ചേർത്ത് പിടിക്കേണ്ടവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന സാഹചര്യത്തിലായിരിക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ഈശോയുടെ സ്നേഹം എന്നിൽ നിറയുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടത് അമ്മയുടെ സ്നേഹമാകാം, അപ്പൻ്റെ വാത്സല്യമാകാം, സഹോദരരുടെ ഐക്യമാകാം. കണ്ണുകളടച്ച് നേരെയിരുന്ന് ഉള്ളിലേക്ക് ശ്വാസമെടുത്ത് ഇതിനെല്ലാം പരിഹാരമായിട്ടുള്ളത് ഈശോയുടെ സ്നേഹമാണ് എന്ന ബോധ്യത്തോടെ ഉള്ളിലേക്ക് ശ്വാസമെടുത്ത് പറയുന്നു: ഈശോയുടെ സ്നേഹം എന്നിൽ നിറയുന്നു. ഈശോയുടെ സ്നേഹം ഉള്ളിൽ നിറയുമ്പോൾ ഉള്ളിലുള്ള വേദനകളുടെ, സ്നേഹക്കുറവ് മൂലം സംഭവിച്ച ആന്തരിക മുറിവുകൾ ഉണങ്ങുന്നു. നേരെയിരിക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോയുടെ സ്നേഹം എന്നിൽ നിറയുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരുപക്ഷെ മക്കളുടെ സ്നേഹമായിരിക്കാം. നിങ്ങളെല്ലാം എല്ലാം എല്ലാം എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവന്ന മക്കൾ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, തള്ളിപ്പറയുന്നു, അമ്മയെ തല്ലുന്ന മക്കളായി മാറുന്നു, അപ്പനെ വിട്ടുപിരിയുന്ന മക്കളായി മാറുന്നു. അങ്ങനെ എല്ലാമെന്ന് നിങ്ങൾ പറഞ്ഞവർ നിങ്ങളെ ഒന്നുമല്ല എന്ന് മട്ടിലാക്കിയിരിക്കുന്നു. നിങ്ങൾ എൻ്റെ ആരുമല്ല എന്ന് പറയുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോയുടെ സ്നേഹം എന്നിൽ നിറയുന്നു. സ്വർഗമുപേക്ഷിച്ച് ഭൂമിയിൽ വന്നവൻ്റെ സ്നേഹം, ദൈവരൂപമുപേക്ഷിച്ച് മനുഷ്യരൂപമെടുത്ത് ദാസരൂപമെടുത്തവൻ്റെ സ്നേഹം എന്നിൽ നിറയുന്നു. മരുഭൂമിയിൽ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയവൻ്റെ സ്നേഹം എന്നിൽ നിറയുന്നു. എനിക്ക് വേണ്ടി മരുഭൂമിയിൽ തപസ്സനുഷ്ഠിച്ചവൻ്റെ സ്നേഹം എന്നിൽ നിറയുന്നു. എനിക്ക് വേണ്ടി ചാട്ടവാറടികളേറ്റവൻ്റെ സ്നേഹം എന്നിൽ നിറയുന്നു. എനിക്ക് വേണ്ടി കുരിശു വഹിച്ചവൻ്റെ സ്നേഹം എന്നിൽ നിറയുന്നു. എനിക്ക് വേണ്ടി തൻ്റെ ഹൃദയം കുത്തിപ്പിളർക്കാൻ അനുവദിച്ചവൻ്റെ സ്നേഹം എന്നിൽ നിറയുന്നു. എനിക്ക് വേണ്ടി കുരിശിലെ ആണിപ്പഴുതുകളിലേക്ക് തൻ്റെ ശരീരം വലിച്ച് കീറപ്പെടാൻ സ്വയം വിട്ടുകൊടുത്തവൻ്റെ സ്നേഹം എന്നിൽ നിറയുന്നു. ഉള്ളിലേക്ക് ശ്വാസമെടുക്കുമ്പോൾ എന്നെ നിരുപാധികം സ്നേഹിക്കുന്ന, എൻ്റെ പാപങ്ങളുടെ കണക്കെടുക്കാതെ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ കുറവുകളുടെ കണക്കെടുക്കാതെ എന്നെ സ്നേഹിക്കുന്നവൻ്റെ സ്നേഹം, ഈശോയുടെ സ്നേഹം, ക്രൂശിതൻ്റെ സ്നേഹം, ഉദ്ധിതൻ്റെ സ്നേഹം, ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹം, സ്വയം പിച്ചിച്ചീന്തി എൻ്റെ നാവിലലിയാൻ അപ്പമായി വരുന്നവൻ്റെ സ്നേഹം എന്നിൽ നിറയുന്നു. എന്നോട് പറയുന്നു: നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേതാണ്. ആരുമില്ല എന്ന് എനിക്കിനി പറയാൻ കഴിയില്ല. എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് ഇനി എൻ്റെ അധരം പറയുകയില്ല, എൻ്റെ ചങ്കത് പറയുകയില്ല, ഞാനിനി അത് ചിന്തിക്കുകയില്ല. എല്ലാമായവൻ എന്നോട്
നീ എൻ്റെ എല്ലാമാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും എല്ലാമായവൻ എന്നോട് പറയുന്നു, കുഞ്ഞേ, നീ എൻ്റെ എല്ലാമാണ്. ഞാൻ ഈശോയുടെ കുഞ്ഞാണ്, ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്ന സത്യത്തേക്കാൾ അധികമായി മറ്റെന്ത് ചിന്തയാണ് എനിക്കാവശ്യമുള്ളത്? ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നീ സ്വർഗത്തിന് വിലപ്പെട്ടവനാണ്, നീ ദൈവത്തിന് വിലപ്പെട്ടവളാണ്. നിന്റെ വില എന്ന് പറയുന്നത് ദൈവം നിനക്കിടുന്ന വിലയാണ്. നിന്റെ വില, നിന്റെ പ്രൈസ് ടാഗ് നിശ്ചയിക്കുന്നത് ഈ ലോകമല്ല, മനുഷ്യനല്ല. നിന്റെ പ്രൈസ് ടാഗ് നിശ്ചയിക്കുന്നത് നിന്നെ സൃഷ്ടിച്ച, നിന്നെ രൂപപ്പെടുത്തിയ, നിന്നെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മെനഞ്ഞ, നിനക്ക് വേണ്ടി തൻ്റെ ഏകജാതൻ്റെ രക്തം വിലയായി നൽകിയവനാണ് നിന്റെ വില നിശ്ചയിച്ചിരിക്കുന്നത്. നിന്റെ വില എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. ഈശോയുടെ ജീവനാണ് നിന്റെ വില. കാരണം ആ ജീവൻ കൊടുത്താണ് അവിടുന്ന് നിന്നെ വിലക്കെടുത്തത്, വീണ്ടെടുത്തത്. ഉള്ളിലേക്ക് ശ്വാസമെടുത്ത്, നന്നായി ശ്വാസമെടുത്ത് മനസ്സിൽ ആവർത്തിച്ച് പറയുന്നു, ഈശോയുടെ സ്നേഹം എന്നിൽ നിറയുന്നു. ഈ ഭൂമിയിലെ സ്നേഹക്കുറവുകൾ നികത്താൻ കഴിയുന്നവൻ്റെ സ്നേഹം, ഒരായുസ്സിലേക്കുള്ള സ്നേഹമല്ല, 1000 തലമുറയിലേക്കുള്ള സ്നേഹമാണവൻ പകർന്നു തരുന്നത്. ഒരു പൂവ് ചോദിക്കുമ്പോൾ പൂന്തോട്ടം തരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ, ഒരു പിടി മണ്ണ് ചോദിക്കുമ്പോൾ അവൻ കടൽ തീരം തരുന്നു എന്ന് പറയുന്നത് പോലെ, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ ഇതാ അവൻ നിനക്ക് വേണ്ടി ഒരു കടൽ തരുന്നു എന്ന് പറയുന്നത് പോലെ, ഈശോയുടെ സ്നേഹം നമ്മുടെ ചിന്തകളെയും ധാരണകളെയും പരിമിതികളെയും എല്ലാം അതിലംഘിക്കുന്ന സ്നേഹം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് മനസ്സിലാവർത്തിച്ച് പറയുന്നു, ഈശോയുടെ സ്നേഹം എന്നിൽ നിറയുന്നു. നിന്റെ ചിന്തകളിൽ, നിന്റെ ശ്വാസകോശത്തിൽ, നിന്റെ ഹൃദയ അറകളിൽ, നിന്റെ നാഡീഞരമ്പുകളിൽ, നിന്റെ മജ്ജയിൽ, നിന്റെ മാംസത്തിൽ, നിന്റെ ത്വക്കിൽ, നിന്റെ രോമകൂപങ്ങളിൽ നിറയുന്നത് ഈശോയുടെ സ്നേഹമാണ്. നിന്റെ കൈവിരലുകളിൽ, കാൽവിരലുകളിൽ, അസ്ഥികളിൽ, കൈമുട്ടുകളിൽ, കാൽമുട്ടുകളിൽ എല്ലാം നിറയുന്നത് ഈശോയുടെ സ്നേഹമാണ്. നിന്റെ ശരീരത്തിൻ്റെ ഇണക്കുകളിൽ നിറയുന്നത് ഈശോയുടെ സ്നേഹമാണ്. ഉള്ളിലേക്ക് ശ്വാസമെടുത്ത് മനസ്സിൽ ആവർത്തിച്ച് പറയുന്നു, ഈശോയുടെ സ്നേഹം എന്നിൽ നിറയുന്നു. നിന്റെ വ്യക്തിബന്ധങ്ങളിൽ, നിന്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകലുകളിൽ നിറയുന്നത് ഈശോയുടെ സ്നേഹമാണ്. ഈശോയുടെ സ്നേഹം കുഞ്ഞെ നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. നിന്റെ ഉള്ളിലുള്ള വെറുപ്പും വിദ്വേഷവും അവിടെ നിന്ന് എടുത്തു മാറ്റുന്നു. ആകുലതകളും അസ്വസ്ഥതകളും എടുത്തു മാറ്റുന്നു. പകരം സ്നേഹമാണ്, വിനയമാണ്, വിശുദ്ധിയാണ്. ഭാഗിച്ച് നൽകാനുള്ള സന്നദ്ധതയാണ്. നീ പ്രകാശമായി രൂപാന്തരപ്പെടുന്നു. സ്വാർത്ഥതയില്ലാതെ, ആത്മപ്രശംസയില്ലാതെ, അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, എല്ലാം വിശ്വസിക്കുന്ന, എല്ലാം പ്രത്യാശിക്കുന്ന, എല്ലാം അതിജീവിക്കുന്ന, എല്ലാം സഹിക്കുന്ന സ്നേഹം. വിദ്വേഷം വെച്ച് പുലർത്താത്ത സ്നേഹം, കോപിക്കാത്ത സ്നേഹം.
ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് മനസ്സിലാവർത്തിച്ച് പറയുന്നു, ഈശോയുടെ സ്നേഹം എന്നിൽ നിറയുന്നു. യേശുവേ, നീ എന്നെയെന്നും സ്നേഹിക്കും പോലെ നിന്നെയെന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ, നീ എന്നെയെന്നും സ്നേഹിക്കും പോലെ നിന്നെയെന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ, നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈ വരികൾ ആത്മാവിൻ്റെ പ്രാർത്ഥനയായിട്ട് മാറട്ടെ. ഈശോയുടെ സ്നേഹം നമ്മിൽ നിറയപ്പെട്ടിരിക്കുന്നത് പോലെ, ഈശോ നമ്മെ സ്നേഹിക്കുന്നത് പോലെ തൻ്റെ ചങ്ക് പറിച്ചു നൽകി അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ ചങ്ക് പറിച്ചു നൽകി ഈശോയെ സ്നേഹിക്കാൻ, ഈശോ തൻ്റെ ഹൃദയപുഷ്പം നമുക്ക് നൽകുന്നത് പോലെ നമ്മുടെ ഹൃദയപുഷ്പം അവിടത്തേക്ക് നൽകി അവിടുത്തെ സ്നേഹിക്കാൻ, ഈശോ നമുക്ക് വേണ്ടി നിന്ദനങ്ങളേറ്റതുപോലെ അവിടത്തേക്ക് വേണ്ടി നിന്ദനങ്ങളേറ്റ് അവിടുത്തെ സ്നേഹിക്കാൻ, ഈശോ നമുക്ക് വചനമായി മാറിയതുപോലെ ഈശോയുടെ വചനത്തിൻ്റെ സാക്ഷിയായി അവിടുത്തെ സ്നേഹിക്കാൻ ഇതാ ഒരു പുതിയ കൃപ, പുതിയ ചൈതന്യം, പുതിയ ശക്തി. എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ ഉയർത്തി ഉറക്കെ യേശുനാമം വിളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ, കരങ്ങളടിച്ചുകൊണ്ട് ഈശോയെ നാമം വിളിക്കാം. അതിശക്തമായിട്ട് കരങ്ങളടിച്ച് കൃപയൊഴുകട്ടെ, സ്നേഹമൊഴുകട്ടെ, ചൈതന്യമൊഴുകട്ടെ, ശക്തി ഒഴുകട്ടെ. കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി, എല്ലാവരും കാലുകളൊക്കെ താളത്തിൽ മാറ്റി ചവിട്ടി. വലിയ അഭിഷേകം ഉണ്ടാകട്ടെ, ശക്തി ഒഴുകട്ടെ, കൃപയൊഴുകട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇരുവശങ്ങളിലേയും കരമടിച്ച് യേശുവേ, നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ, നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ, നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ, നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. ഉറക്കെ വിളിക്കാം. ഈശോയേ, 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 കരമടിച്ച് നിൻ ഹൃത്തടം നീ തുറന്ന പോലെ നിനക്കായൻ ഹൃത്തടം ഞാൻ തുറന്നു നൽകാം. എനിക്കായി നീ ഹൃത്തടം നീ തുറന്ന പോലെ നിനക്കായൻ ഹൃത്തടം ഞാൻ തുറന്നു തരാം. എനിക്കായി നിൻ ഹൃത്തടം നീ തുറന്ന പോലെ നിനക്കായൻ ഹൃത്തടം ഞാൻ തുറന്നു നൽകാം. എനിക്കായി നീ ഹൃത്തടം നീ തുറന്ന പോലെ നിനക്കായൻ ഹൃത്തടം ഞാൻ തുറന്നു നൽകാം. യേശുവേ, നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ, നീ എന്നെ എന്നും
കുരിശിൽ ഞാൻ യാഗമായിടാം. എനിക്കായി നീ കുരിശിൽ മരിച്ചതുപോലെ നിനക്കായി കുരിശിൽ ഞാൻ യാഗമായിടാം. എനിക്കായി കുരിശിൽ മരിച്ചതുപോലെ നിനക്കായി കുരിശിൽ ഞാൻ യാഗമായിടാം. എനിക്കായി നീ കുരിശിൽ മരിച്ചതുപോലെ നിനക്കായി കുരിശിൽ ഞാൻ യാഗമായിടാം. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. നീ അപ്പമായി മാറിയ പോലെ നിനക്കായി അപ്പമായി നിന്നൊപ്പമായിടാം. എനിക്കായി നീ അപ്പമായി മാറിയ പോലെ നിനക്കായി അപ്പമായി നിന്നൊപ്പമായിടാം. എനിക്കായി നീ അപ്പമായി മാറിയ പോലെ നിനക്കായി നിന്നപ്പമായി നിന്നൊപ്പമായിടാം. എനിക്കായി നീ അപ്പമായി മാറിയ പോലെ നിനക്കായി നിന്നപ്പമായി നിന്നൊപ്പമായിടാം. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. വിളിക്കാം ഈശോയേ, 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 വിജയം നൽകുന്ന ഈശോയേ, ഈശോയേ, വിശുദ്ധി നൽകുന്ന ഈശോയേ, ഈശോയേ, വിജ്ഞാനം നൽകുന്ന ഈശോയേ, ഈശോയേ, സൗഖ്യം നൽകുന്ന നാഥനേ, ഈശോയേ. എനിക്കായി നീ നിന്ദനങ്ങളേറ്റതുപോലെ നിനക്കായി നിന്ദനങ്ങൾ ഏറ്റെടുത്തിടാം. എനിക്കായി നീ നിന്ദനങ്ങൾ ഏറ്റതുപോലെ നിനക്കായി നിന്ദനങ്ങൾ ഏറ്റെടുത്തിടാം. എനിക്കായി നീ നിന്ദനങ്ങളേറ്റതുപോലെ നിനക്കായി നിന്ദനങ്ങൾ ഏറ്റെടുത്തിടാം. എനിക്കായി നീ നിന്ദനങ്ങൾ ഏറ്റതുപോലെ നിനക്കായി നിന്ദനങ്ങൾ ഏറ്റെടുത്തിടാം. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. ഈശോയേ, ഈശോയേ, ഈശോയേ,
ഈശോയേ ഈശോയേ ഈശോയേ. എനിക്കായി ദാസരൂപമെടുത്ത പോലെ ദാസരൂപമെടുത്തു ഞാൻ സേവ ചെയ്തിടാം. എനിക്കായി നീ ദാസരൂപമെടുത്ത പോലെ ദാസരൂപമെടുത്തു നിൻ സേവ ചെയ്തിടാം. എനിക്കായി നീ ദാസരൂപമെടുത്ത പോലെ ദാസരൂപമെടുത്തു ഞാൻ സേവ ചെയ്തിടാം. എനിക്കായി നീ ദാസരൂപമെടുത്ത പോലെ ദാസരൂപമെടുത്തു നിൻ സേവ ചെയ്തിടാം. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ നിന്നെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. തുള്ളിച്ചാടി പാടാം. യേശുവേ നീ എന്നെ എന്നും സ്നേഹിക്കും പോലെ അഭിഷേകത്തോടെ ബന്ധനങ്ങൾ എഴുതട്ടെ എന്നും സ്നേഹിക്കുവാൻ വരമരുളൂ. യേശു സ്വയം മറന്ന് തുള്ളിച്ചാടി ആനന്ദത്തോടെ സ്വയം മറന്ന് ദാവീദിന്റെ സന്നിധിയിൽ ദാവീദ് നൃത്തം ചവിട്ടിയതുപോലെ പരിശുദ്ധ അമ്മ സ്വയം മറന്ന് ദാവീദിന്റെ സന്നിധിയിൽ ആനന്ദിച്ചതുപോലെ ദാവീദിന്റെ മക്കൾ തുള്ളിച്ചാടി അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. യേശുവേ നീ വലിയ അഭിഷേകത്തോടെ വലിയ ആനന്ദത്തോടെ സന്താന സൗഭാഗ്യമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കൈക്കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. NICUവിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. വിദ്യാർത്ഥികളെ സമർപ്പിക്കുന്നു. യുവതി യുവാക്കളെ സമർപ്പിക്കുന്നു. അവരുടെ തെറ്റായ ശീലങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ പഠന മേഖലകളെ സമർപ്പിക്കുന്നു. അന്ധവിശ്വാസങ്ങൾ വിട്ടുപോകട്ടെ. അധമ വികാരങ്ങളിൽ നിന്ന് വിടുതൽ നേടട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ. ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു. കിഡ്നി രോഗികളെ സമർപ്പിക്കുന്നു. എയ്ഡ്സ് ബാധിച്ചവരെ സമർപ്പിക്കുന്നു. കോവിഡ് ബാധിതരെ സമർപ്പിക്കുന്നു. കോവിഡ് മഹാമാരിയെ സമർപ്പിച്ച് വിളിക്കുന്നു. ലോകം മുഴുവനും വിടുതൽ സംഭവിക്കട്ടെ. വിശ്വാസം നഷ്ടപ്പെട്ടവരെ സമർപ്പിക്കുന്നു. കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ. ദമ്പതിമാർ തമ്മിൽ പരസ്പരം ഐക്യമുണ്ടാകട്ടെ. വിവാഹ തടസ്സങ്ങൾ മാറട്ടെ. ജോലി തടസ്സം മാറട്ടെ. ഭവന നിർമ്മാണം നടക്കട്ടെ. സഹോദരങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാകട്ടെ. കോടതികളിൽ നടക്കുന്ന കേസുകളെ സമർപ്പിക്കുന്നു. പരസ്പരം ക്ഷമിക്കുവാനും വിട്ടുകൊടുക്കുവാനും കൃപയുണ്ടാകട്ടെ. സന്നദ്ധ സേവനം ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. ശുശ്രൂഷ മേഖലകളെ സമർപ്പിക്കുന്നു. നിയമപാലകരെ സമർപ്പിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരെ സമർപ്പിക്കുന്നു. ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. ക്വാറന്റീനിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. വിദേശത്ത് അന്യ സംസ്ഥാനങ്ങളിലുമുള്ളവരെ സമർപ്പിക്കുന്നു. യാത്ര ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുകയും റിസൾട്ട് കാത്തിരിക്കുകയും ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. ഈശോയേ, ഇപ്പോൾ ആശുപത്രികളിൽ രോഗികളായി കഴിയുന്നവരെ സമർപ്പിക്കുന്നു. ICUയിലും വെന്റിലേറ്ററിലും കഴിയുന്നവരെ സമർപ്പിക്കുന്നു. വാഹനാപകടത്തിൽപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഇന്ന് ഓപ്പറേഷൻ വിധേയരാകുന്നവരെ സമർപ്പിക്കുന്നു. ഈശോയേ, ഈശോയേ,
കിടപ്പ് രോഗികളായിട്ടുള്ളവരെ സമർപ്പിക്കുന്നു. ഈശോയേ പാർക്കിൻസൺസ് ബാധിച്ചവരെ, സ്ട്രോക്ക് വന്നവരെ സമർപ്പിക്കുന്നു. ഈശോയേ 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 മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഈശോയേ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയേ തെറ്റായ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവരെ സമർപ്പിക്കുന്നു. ഈശോയേ മക്കളെ കുറിച്ചുള്ള ആകുലതകളിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ഈശോയേ മാതാപിതാക്കളെ ഓർത്ത് വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഈശോയേ വെള്ളമില്ലാത്തവരെ, വഴിയില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ യേശുനാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ഈശോയേ സമാധാനം സമൃദ്ധമാകട്ടെ. ഈശോയേ മുട്ടുകുത്താം. നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം വിടുതൽ നൽകുന്ന സാന്നിധ്യമാണ്.